ഹലോ ഗൈസ്, ഒരു തട്ടിക്കൂട്ട് ബിരിയാണി ആയാലോ? ബൈ. സോ ആദ്യം തന്നെ നമുക്ക് 2 സവാള അരിഞ്ഞിട്ട് വരാം. ആദ്യം തന്നെ നമുക്കൊരു ഓണിയൻ ട്രാൻസിഷൻ കാണാം. ഈ കാണുന്ന ട്രാൻസിഷൻ അത്ര എളുപ്പമൊന്നും അല്ലായിരുന്നു. കുറേ കണ്ണീര് വറ്റിച്ചാണ് ഞാനിത് ചെയ്തത് കേട്ടോ. നമ്മൾ അരിയുന്നേക്കാളും കൂടുതൽ കണ്ണീര് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ഒരു ടൊമാറ്റോയും കൂടെ എടുത്ത് ഞാൻ എല്ലാം മിനിമലായിട്ടാണ് ഉണ്ടാക്കുന്നത്. ബിക്കോസ് നമ്മൾ തട്ടിക്കൂട്ട് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ആ ഒരു വികാരം വരാൻ വേണ്ടി. പിന്നെ നമ്മൾ നെയ്യ് മസ്റ്റ്. നമ്മളൊരു കുക്കറിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ബിക്കോസ് നമ്മളിത് എളുപ്പത്തിൽ ഉണ്ടാക്കുകയാണ്. അതിൻ്റെ കൂടെ നമ്മൾ പട്ട അതുപോലെ തന്നെ ജീരകം അതൊക്കെ ഇട്ടു. ഡ്രൈ ലെമനും ഇട്ടിട്ടുണ്ട്, ഒരു ടേസ്റ്റ് എക്സ്ട്രാ ആവാൻ വേണ്ടി കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മുടെ ഒണിയൻ ഇട്ട് വന്നിട്ട് വരട്ടിയിട്ട് അതിൻ്റെ കൂടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ദെൻ നമുക്ക് ടൊമാറ്റോയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തായിരുന്നേ. പിന്നെ നമ്മൾ മസാലകളൊക്കെ അങ്ങ് ഇടുക. ഗരം മസാല, അതുപോലെ തന്നെ ചില്ലി പൗഡർ, ദെൻ ടർമറിക് പൗഡർ. അതിൻ്റെ കൂടെ നമ്മൾ നാരങ്ങ വെള്ളം, പിന്നെ അതുപോലെ നാരങ്ങ വെള്ളം അല്ല കേട്ടോ, നാരങ്ങ ആൻഡ് ദെൻ സോൾട്ട് ആൻഡ് അതിൻ്റെ കൂടെ കേട് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. വരട്ടി കൈ വേദന എടുക്കുമ്പോൾ ഇതിൻ്റെ പച്ചമണം മാറിയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമ്മുടെ ചിക്കൻ പീസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ചിക്കൻ പീസ് ആഡ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്തത് വേവിക്കണം. വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പം അരിയാണ് ആഡ് ചെയ്യുന്നത്. 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം എന്നാണ് കണക്ക്. ഞാൻ കണക്ക് തെറ്റിച്ച് ഒഴിച്ചത് കാരണം തന്നെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളത് മാനേജ് ചെയ്തു. ഓക്കെ, അത് നമുക്ക് ലാസ്റ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ സാലഡ് ഇല്ലാത്തൊരു ബിരിയാണി ഇല്ല ഗൈസ്. അപ്പോൾ അത് എന്തേ കുറച്ച് ക്യാരറ്റ് അരിഞ്ഞു, കുറച്ച് ഭയങ്കര എല്ലാം കുറച്ചാട്ടോ. അപ്പോൾ ദേ നമ്മുടെ ബിരിയാണി റെഡി. അപ്പോൾ നമുക്ക് കഴിക്കാം. ഗൈസ്, നമ്മുടെ ബിരിയാണി അപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇവരോടൊക്കെ ചോദിക്കാം ബിരിയാണി എങ്ങനെയുണ്ടെന്ന്. ബിരിയാണി എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടോ ഗൈസ്, നിങ്ങളാരും എന്നെ സംശയിക്കരുത്. ഇത് പൈസ കൊടുത്ത് പറയിപ്പിച്ച റിവ്യൂ അല്ല, അവർ സ്വന്തമായിട്ട് പറഞ്ഞതാണ്. ബിരിയാണി വെരി നൈസ്, നല്ലതാ ഗൈസ്, ഇവർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഫുഡ് കഴിക്കാം. ഞാൻ ഉണ്ടാക്കിയ ബിരിയാണി ആയത് കാരണം തന്നെ നല്ല കൊതി ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ 2 ചിക്കൻ കാലാണ് എടുത്തത്. ആൻഡ് നമ്മുടെ അച്ചാറ് വിത്ത് സാലഡ്. ഓ മൈ ഗോഡ്, വികാരം എന്നൊക്കെ പറയത്തില്ല, അതാണിത്. ഇമോഷൻ. വോയിസ് ഓവർ ഇപ്പോൾ കൊടുക്കുമ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം വരിക. നമ്മളൊരു ചിക്കൻ പീസ് എടുത്ത് നമ്മൾ ചോറ്, സാലഡ്, അച്ചാറ്. OMG. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ബിരിയാണി ഇഷ്ടപ്പെട്ടവരൊക്കെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.